കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രാൻഷൻ മെഡിസിൻ വിഭാഗത്തിലെ കോൾഡ് റൂമുകളുടെ ഔട്ട്ഡോർ യൂണിറ്റുകളുടെ കോപ്പർ വയറുകൾ മോഷണം പോയി. ബ്ലഡ് ബാങ്കിലെ രക്തം സൂക്ഷിക്കുന്ന യൂണിറ്റിന്റെ കോപ്പർ വയറുകളാണ് മോഷണം പോയത്. നിലവിൽ രക്തം സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജുകളിലാണ് എന്നുകൂടി അറിയുന്നു. അജി കുഞ്ഞുമോൻ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അജി, ഇത് വല്ലാത്തൊരു മോഷണമായി പോയി. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ മേഖലയിൽ CCTV ക്യാമറകളുണ്ടോ? ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് മോഷണം നടന്നത് സംബന്ധിച്ച വിശദാംശങ്ങളുണ്ടോ? പ്രജിൻ, ഒപ്പം തന്നെ അനുജ, വലിയ തലത്തിലുള്ള പ്രതിസന്ധി ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വെറും കോപ്പർ വയറുകളാണ് മോഷണം പോയത് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഈ ബ്ലഡ് ബാങ്കിൽ ബ്ലഡുകൾ സൂക്ഷിക്കുന്ന യൂണിറ്റിന്റെ കോപ്പർ വയറുകളാണ് മോഷണം പോയത്. അപ്പോൾ അത് നന്നാക്കിയാൽ മാത്രമേ ഈ ബ്ലഡുകൾ ശീതീകരിക്കാൻ കഴിയുകയുള്ളൂ, ആ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിലാണ്. ആ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ യൂണിറ്റ് നന്നാക്കാൻ 4 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ മോഷണം പോകുന്നത്. ഈ ബ്ലഡ് ബാങ്ക് ഉള്ള സ്ഥലത്ത്, പഴയ കാഷ്വാലിറ്റിയുടെ സമീപത്താണ് ഈ ബ്ലഡ് ബാങ്ക് ഉള്ളത്. അവിടെ മതിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഇല്ല. ഈ നമുക്കറിയാം, കോപ്പർ വയറുകളൊക്കെ ഈ ബിൽഡിങ്ങിന് പുറത്തുകൂടിയാണ് പോകുന്നത്. അപ്പോൾ ആരുടെയും ശ്രദ്ധയിൽ അത് പെടത്തില്ല. അപ്പോൾ ഈ ശീതീകരണ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മോഷണം പോയത് അറിഞ്ഞത്. നിലവിൽ വലിയ തലത്തിലുള്ള പ്രതിസന്ധിയാണ്. കാരണം ഈ രക്തം ശീതീകരിക്കാൻ കഴിയുന്നില്ല. അത് ഫ്രിഡ്ജുകളിലും മറ്റു ദൂരെയുള്ള സ്ഥലങ്ങളിൽ, അതായത് മെഡിക്കൽ കോളേജിനകത്ത് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ആ ഇന്ത്യൻ കോഫീസിന് സമീപത്തുള്ള ബിൽഡിങ്ങുകളിലടക്കം അവിടുത്തെ റെഫ്രിജറേറ്ററുകളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ബ്ലഡ് സൂക്ഷിക്കുന്നത്. അത് വലിയ തലത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ക്രൈം നമ്പർ 532/26 വകുപ്പ് പ്രകാരം BNS 305 വകുപ്പ് പ്രകാരമാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. ഈ പ്രതിയെ പിടികൂടിയാലും ഈ കോപ്പർ വയറുകൾ യൂണിറ്റ് നന്നാക്കാൻ വലിയ തുക ആവശ്യമുണ്ട്. അപ്പോൾ അത് നന്നാക്കിയാൽ മാത്രമേ ഈ ശുചീകരണ സംവിധാനം ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, വയനാട്, മലപ്പുറം, ഒപ്പം തന്നെ കണ്ണൂർ ജില്ലകളിൽ നിന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അടക്കമുള്ള രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവം ഇന്നാണ് പുറം ലോകം അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ വിഷയം ആരോഗ്യവകുപ്പ് അധികൃതർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഒക്കെ തന്നെയും ഈ വിവരങ്ങളൊക്കെ തന്നെയും അറിയാമായിരുന്നു. പക്ഷേ അത് പരസ്യമായില്ല. ഇന്നാണ് ഈ വിഷയം പുറത്തു വന്നത്. അത് മെഡിക്കൽ കോളേജ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ട്രാൻസിഷൻ മെഡിസിൻ വിഭാഗത്തിലെ കോൾഡ് റൂമുകളുടെ 4 ഔട്ട്ഡോർ യൂണിറ്റുകളുടെ കോപ്പർ വയറുകളാണ് മോഷണം പോയത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന യൂണിറ്റിന്റെ കോപ്പർ വയറുകളാണ് മോഷണം പോയിരിക്കുന്നത്. നിലവിൽ രക്തം സൂക്ഷിക്കാൻ അവിടെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഗൗരവമായ കാര്യം. ഈ വിഷയം അടിയന്തരമായി തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ പെടുത്തേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ രക്തദാതാക്കളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ശീതീകരണ സംവിധാനം വളരെ അടിയന്തരമായി ഉള്ള ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.